ഷുഐബ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ സ്ഥലമാണ് മദിയൻ ലമദായിൻ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം. ഇത് ജോർദാനിലാണ് ഇന്ന് നിലകൊള്ളുന്നത്. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിലൂടെ ഞങ്ങൾ ചരിത്രങ്ങൾ തേടി ഇറങ്ങുകയാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ചതിയിലും വഞ്ചനയിലും അളവ് തൂക്കങ്ങളിലും കൃത്രിമം നടത്തുന്നതിൽ കുപ്രസിദ്ധരായിരുന്നു. ഈജിപ്തിൽ നിന്നും മൊസപ്പൊട്ടാമിയയിലേക്കും അസീറിയയിൽ നിന്നും ബാബിലോണിയയിലേക്കുമുള്ള വാണിജ്യ പാതകൾ മദായിൻ പ്രദേശത്തു കൂടിയായിരുന്നു കടന്നുപോയിരുന്നത്. മദായിൻകാർ ഈ പാതയിൽ പതിയിരുന്ന് കൊള്ളയടിക്കൽ പതിവായിരുന്നു. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാൻ പ്രവാചകൻ ഷുഐബ് നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നാൽ പിന്മാറാൻ കൂട്ടാക്കാത്ത ജനം ദൈവശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത്. കിബിത്തിയുടെ മരണത്തെ തുടർന്ന് ഈജിപ്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം നാടുവിട്ട് എത്തിച്ചേർന്നത് ഈ മദിയാൻ താഴ്വരയിലായിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ 2 പെൺമക്കൾക്ക് വെള്ളം കോരിക്കൊടുത്ത് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മകളെ വിവാഹം കഴിച്ച് 10 വർഷത്തോളം ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം താമസിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു സിനാ പർവ്വതത്തിന് മുകളിൽ വെച്ച് തൗറാത്ത് എന്ന ഗ്രന്ഥം അള്ളാഹു നൽകപ്പെടുകയും അള്ളാഹുമായി സംസാരിച്ചിരുന്നു പറയുന്നതൊക്കെ നടന്ന സംഭവം കഥകളൊക്കെ ഇവിടെ നിന്ന് 10 വർഷത്തിന് ശേഷം തിരിച്ചു പോകുമ്പോഴായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഒക്കെ കോർത്തിണങ്ങിയ ഈ ഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ ഇതിൻ്റെ കൂടുതൽ വീഡിയോ യൂട്യൂബിൽ ഹാരിസ് ഓൺ നെറ്റ് എന്ന യൂട്യൂബിലുണ്ട്.